മോഹങ്ങളെ നീ നമസ്കാരം. മെയിലിയ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക സംഗീത ദിനം. ലോക സംഗീത ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല എങ്കിലും സംഗീതത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. കണ്ണിൽ കത്തും ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി ഞാൻ വർണ്ണത്തിങ്കൾ പോലെ ദൂരെയാകാശ നക്ഷത്ര പൂക്കൾ തേരോട്ടം. നമസ്കാരം. മെയിലിയ ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും സ്വാഗതം. ഇപ്പോൾ മേലാമറ്റത്താണുള്ളത്. ഇന്ന് ലോക സംഗീത ദിനം. ലോക സംഗീത ദിനത്തിൽ നമ്മോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിന്ദു സെബാസ്റ്റ്യനാണ്. പൊതുപ്രവർത്തന രംഗത്ത് 11 വർഷം പിന്നിടുമ്പോൾ സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്നു. ഈ പാട്ടിനോടുള്ള താല്പര്യം തോന്നിയത് എങ്ങനെയായിരുന്നു? സാറേ, ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചുമ്മാ പാടുമെന്ന് മാത്രമേ ഉള്ളൂ. അത് അതിന്റെ ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോ സ്കൂളുകളിലൊക്കെ മത്സരങ്ങളൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം പങ്കെടുത്തോണ്ടായിരുന്നു. സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അപ്പോ ജന്മദേശം എവിടെയാണ് കൃത്യമായിട്ട്? ജന്മദേശം ഇടുക്കി ജില്ലയിലെ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പാറത്തോട്. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സെന്റ് ജോർജ് HS പാറത്തോട്. തുടർന്ന് പാവനാത്മ കോളേജ് മുരിക്കാശ്ശേരി. അതിനുശേഷം കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പഠിക്കാനായിട്ട് പാറത്തോട് വിശ്വഭാരതി കോളേജ്. ഇതൊക്കെയാണ്. പിന്നെ അതിനുശേഷം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആ ഒരു പ്രൊഫഷണൽ ഏരിയ കവർ ചെയ്തു അല്ലേ? പിന്നെ ടീച്ചറായിട്ട് നമ്മുടെ ഏരിയയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അതെ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഒരു പാഷൻ താല്പര്യം തോന്നുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ ഞാനിവിടെ ഉള്ള പ്രദേശത്ത് മേച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാനും ഇതുപോലെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോവുകയും അങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ പൊതുപ്രവർത്തന രംഗങ്ങളിൽ അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഇങ്ങനെ പല രീതിയിലുള്ള കലാപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനൊക്കെ പോയപ്പോ പിന്നെ സ്കൂളിലും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ അതാണ് താല്പര്യം വന്നത്. തീർച്ചയായിട്ടും സ്കൂൾ മേഖലയിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവ പരിചയം പൊതുപ്രവർത്തനത്തെ ഏറെ കൈമുതലായിരിക്കുകയാണ്. ഇതിനിടയിൽ നിരവധി വേദികളിൽ ഗാനങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് സംഗീത ദിനമാണ്. ഈ സംഗീത ദിനത്തിൽ എന്താണ് പറയാനുള്ളത്? ലോക സംഗീത ദിനമായ ഇന്ന് എല്ലാ സംഗീത പ്രേമികൾക്കും എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു അവസരങ്ങൾ കിട്ടിയാൽ അത് ഒഴിവാക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ പടക്കും നാഥന്റെ മുമ്പിൽ. പാടുവതും രാഗമി തേടുവതും രാഗമി ദേവനുമനുരാഗിയ അമ്പലപ്രാവേ. അപ്പൊ ഇന്ന് മേലിയ ന്യൂസിനോട് ലോക സംഗീതത്തില് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? സാറേ, ഇന്ന് സൗണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്, ജലദോഷമൊക്കെ ഉണ്ട്. എങ്കിലും സാറിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഏതെങ്കിലും 2 ലൈൻ ഇങ്ങനെ മൂളാമെന്ന് കരുതുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. സായന്തനം ചന്ദ്രിക ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ മലയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതിന്തേ സായന്തനം ചന്ദ്രിക ലോലമാ. അപ്പൊ ഇന്ന് ലോക സംഗീത ദിനത്തില് നമുക്കറിയാം മീലാവില് ഗായകരൊക്കെ ഉണ്ടെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് ഗാനത്തെ ഏറെ സ്നേഹിക്കുന്ന ബിന്ദു സെബാസ്റ്റ്യൻ മാഡം ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്ന വലിയൊരു സന്തോഷമാണ്. ലോക സംഗീത ദിനത്തില് ഇന്ന് ഈ മെയിലിയ ന്യൂസിന്റെ യൂണിറ്റ് കടന്നു വരികയും നല്ലൊരു ഗാനം ആലപിച്ച് നമുക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്ത ബിന്ദു സെബാസ്റ്റ്യൻ നന്ദി പറയുന്നു. आए हो मेरी जिंदगी में तुमको याद बन के, आए हो मेरी जिंदगी में तुमको याद बन के, मेरे दिल में यूं ही रहना है
प्यार बिन के आए हो मेरी जिंदगी में तुमको याद बिन के. ഏവർക്കും സംഗീത ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you, sir. നമസ്കാരം. രാഗങ്ങളെ മോഹങ്ങളെ നീ ചൂടുമാത്മാവിൻ രാഗങ്ങളെ